നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നടന്നിരുന്ന എക്സാമിൻ്റെ ആൻസർ കീ ആണിത്. കേരള PSC തന്നിരിക്കുന്ന പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ഇതിൽ എന്തെങ്കിലും ആൻസർ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസിൽ മിസ്റ്റേക്ക് തോന്നുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ആൻസർ കീ കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ്. അതായത് ഇന്നലെ തന്നെ കീ വന്നതുകൊണ്ട് 5 ദിവസത്തിനുള്ളിൽ തന്നെ ആൻസർ കീ കംപ്ലൈൻറ്റ് നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ചെയ്യേണ്ടതാണ്. അതെങ്ങനെ ചെയ്യണം എന്നറിയില്ലെങ്കിൽ താഴെ അതിൻ്റെ നേരത്തെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. ഇനി ആദ്യത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? നിസ്സഹരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നിസ്സഹരണ സമരമാണ് ആദ്യമായിട്ട് നടത്തിയ ബഹുജന സമരം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ റൗലത്ത് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. റൗലത്ത് ആക്റ്റുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ PSC പറഞ്ഞിരിക്കുന്നത് കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം. കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം. പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൂന ഉടമ്പടി, പൂന സന്ധി എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഓപ്ഷൻ ഡി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിശേഷിപ്പിച്ചത് അരുണ ആസഫ് അലി. അരുണ ആസഫ് അലി അവരെയാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. അപ്പോൾ ഇതൊക്കെ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഓപ്ഷൻ സി ആണ് ആൻസർ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ചെറു ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ആരിൽ നിക്ഷിപ്തമാണ്? ഓപ്ഷൻ ഡി ആണ് പാർലമെന്റ്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരവാദിത്തങ്ങൾ മൗലിക കടമകളാണ്. ഓപ്ഷൻ ബി. സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. സമപന്തി ഭോജനം നടത്തിയത് ഓപ്ഷൻ സി ആണ്, അയ്യ വൈകുണ്ഠ സ്വാമികൾ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ്, വേദാധികാര നിരൂപണം. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ ഡി ആണ്, മഹാത്മാ അയ്യങ്കാളി. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ്, വൈക്കം സത്യാഗ്രഹം. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടുപിടിക്കുക. ഓപ്ഷൻ സി ആണ്, ആലുവ. എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതി. അതിഥി തൊഴിലാളികൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്. ബന്ധു ക്ലിനിക്ക് എന്ന പദ്ധതി എന്താണ്? അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ്. ഓപ്ഷൻ ബി. സത്യം, സമത്വം, സ്വാതന്ത്ര്യം ഇതൊരു മലയാള പത്രത്തിൻ്റെ ആപ്തവാക്യമാണ്. ഏത് പത്രമാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, മാതൃഭൂമി. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോഴാണ്? ഓപ്ഷൻ ബി ആണ്, 26 ജനുവരി 1950. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്, സർദാർ പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി, BR അംബേദ്കർ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ
കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ന്യൂഡൽഹി. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ എ ആണ് ഭൂഷൺ രാം കൃഷ്ണ ഗവായ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ആരാണ്? ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്ര. താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഗതാഗതം. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഓപ്ഷൻ എ പശ്ചിമഘട്ടം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു? ഓപ്ഷൻ സി 742. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? ഓപ്ഷൻ ബി തമിഴ്. താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി സഹകരണ ബാങ്ക്. കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ വി അബ്ദുറഹിമാൻ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ബി എൻ്റെ കേരളം എന്നും സുന്ദരം. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഓപ്ഷൻ സി കേരളം. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആയിരുന്നു? ഓപ്ഷൻ സി ആണ് ജാർഖണ്ഡ്. മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ബി ഋതുക്കൾ. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഓപ്ഷൻ സി ഗോദാവരി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം കറുത്ത മണ്ണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? പടിഞ്ഞാറൻ അതിർത്തി അറബിക്കടൽ. ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഓപ്ഷൻ എ ആരവല്ലി നിരകൾ. താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബി ഉത്തര മഹാസമതലം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏത്? പ്രധാന ഖാരിഫ് വിള ഏതാണ്? ഓപ്ഷൻ സി നെല്ല്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ ഡി പാമ്പാർ. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വത നിര ഏത്? ഓപ്ഷൻ എ പശ്ചിമഘട്ടം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏതാണ്? വിനോദ നികുതി. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഓപ്ഷൻ എ ഇടനാട്. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇനി ഞാൻ ഒഴുകട്ടെ. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ വന്നത് ഓപ്ഷൻ ബി സുഭിക്ഷ കേരളം. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏതാണ്? ഓപ്ഷൻ എ വൈഭവ് സൂര്യവംശി. ഓപ്ഷൻ എ വൈഭവ് സൂര്യവംശി. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരമായ JC ഡാനിയൽ അവാർഡിൻ്റെ 2025 ജേതാവ് ഓപ്ഷൻ സി ഷാജി N കരുൺ. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന്
2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി കൊല്ലം. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? ഓപ്ഷൻ സി വിഴിഞ്ഞം. മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്താണ്? ഓപ്ഷൻ സി ഡയഫ്രം. പക്ഷിവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് നെല്ല്, അക്ഷയ, മുളക്, ഉജ്ജ്വല, പയർ, പവിത്ര, തക്കാളി, ലോല. ഇതിൽ ശരിയായതാണ് ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞത് രണ്ടാമത്തേത് ഏതാണ്? മുളക്, ഉജ്ജ്വല. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവുകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല, വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടേതാണ്? ഓപ്ഷൻ എ മസനോബു ഷിക്കുവോക്ക. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവെത്ര? അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് ഓപ്ഷൻ സി 20.9%. താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? വിറ്റമിൻ സി ആണ്. ഓപ്ഷൻ ഡി ആയിട്ട് എഴുതിയിരിക്കുന്ന വിറ്റമിൻ സി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി ഡോക്ടർ MS സ്വാമിനാഥൻ. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ഓപ്ഷൻ എ ആണ്. കല്ലേൻ പൊക്കുടൻ. ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി ആണ് 8. തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലൂമിനിയത്തിൻ്റെ ധാതു ഏതാണ്? ഓപ്ഷൻ സി ക്രയോലൈറ്റ്. ഒരു കലോറി ഈക്വൽ ടു എത്ര ജൂളാണ്? ഒരു കലോറി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് 4.2 ജൂൾ. പാമ്പ് ഇര പിടിക്കാൻ ഡാഷിലൂടെയുള്ള ശബ്ദ പ്രേക്ഷണം പ്രയോജനപ്പെടുത്തുന്നു. തറയിലൂടെ. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ഓപ്ഷൻ ഡി കിലോഗ്രാം. ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര്? ശുക്രനിൽ പര്യവേഷണം നടത്തുന്നതിനായിട്ട് ഓപ്ഷൻ ഡി ആണ് വീനസ് ഓർബിറ്റർ മിഷൻ. താഴെ തന്നിട്ടുള്ളവയിൽ 2024 രസതന്ത്രം വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഹാൻ കാങ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏത്? ഓപ്ഷൻ ബി ലെപ്റ്റോസ്പൈറ. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലീ രോഗം. രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലീ രോഗമാണ് ഓപ്ഷൻ സി അമിത രക്തസമ്മർദ്ദം. എയ്ഡ്സ് രോഗം പകരുന്നതെങ്ങനെ? ഓപ്ഷൻ സി HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാവുന്ന ജനിതക രോഗാവസ്ഥ ഏത്? ഓപ്ഷൻ എ ഹീമോഫീലിയ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ്? ഓപ്ഷൻ ഡി ശ്വാസകോശ ക്യാൻസർ. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? ഓപ്ഷൻ ബി BCG വാക്സിൻ. താഴെ പറയുന്നവയിൽ വായുജന്യ രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി മലേറിയ. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി ആരോഗ്യ കിരണം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷനിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ
ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ആരോഗ്യ ധനസഹായം. അപ്പോൾ ആർദ്രം മിഷന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ജനസൗഹാർദ്ദ ഔട്ട് പേഷ്യൻ്റ് സേവനങ്ങൾ, PHCകളെ FHCകളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക, ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ. ഇതെല്ലാം ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി കുഷ്ഠം. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യമേതാണ്? ഓപ്ഷൻ ഡി ചൈന. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയത് വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ഏതാണ്? കേരളം. ഓപ്ഷൻ എ. 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് എന്താണ്? ഓപ്ഷൻ ബി തിരുവനന്തപുരം നോർത്ത്. 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേഷ്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ. 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേഷ്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് ഓപ്ഷൻ ബി MSC ക്ലോഡ് ഗിറാർഡെറ്റ്. ഓപ്ഷൻ ബി. അടുത്തത് ഇനി കണക്കിലെ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. 8.5 × 6.3 = K ആണെങ്കിൽ Kയുടെ വില എന്തെന്നായിരുന്നു? അതിൻ്റെ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് 135, 75, 90 എന്നീ 3 സംഖ്യകളെയും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യയാണ് ഓപ്ഷൻ സി. അടുത്തിരിക്കുന്ന √9 + 6 = X ആണെങ്കിൽ Xൻ്റെ വില എന്ത് എന്നായിരുന്നു? ഓപ്ഷൻ ഡി 5 ആണ്. 108 km/മണിക്കൂർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 1 മിനിറ്റ് കൊണ്ട് എത്ര സഞ്ചരിക്കും എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കൊടുത്തിരിക്കുന്നത്. 400 രൂപ വിലയുള്ള സാധനത്തിന് 12% ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? 448. 2-ൽ നിന്നും എത്ര കുറച്ചാൽ 0.99 കിട്ടും? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 1.01. ഒരു ടാങ്കിൽ 3/5 ഭാഗം വെള്ളമുണ്ട്. 80 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ടാങ്ക് നിറഞ്ഞു എങ്കിൽ ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഓപ്ഷൻ ബി 200 ലിറ്റർ. √1225 35 ആണെങ്കിൽ √0.1225 എത്രയാണ്? അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് 0.35. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 4 കളികളിൽ നിന്ന് നേടിയത് 6, 50, 20, 24 റൺസുകളാണ് എങ്കിൽ അയാളുടെ ശരാശരി റൺസ് എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് 25 റൺസ്. 2 സംഖ്യകളുടെ ഗുണനഫലം 36ഉം ഉസാഖ 3ഉമാണെങ്കിൽ ലസാഗു എത്രയാണ്? ഗുണനഫലവും ഉസാഖയും തന്നിട്ടുണ്ട്. ലസാഗു കണ്ടുപിടിക്കാനാണ് ഓപ്ഷൻ ബി 12. 22, 27, 31, 34, 36 അങ്ങനെ എക്സെട്ര പോകുന്നു. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? ഓപ്ഷൻ സി 37. ഒരു പ്രത്യേക കോഡിൽ ബിജു BIJU എന്നതിന് CJKV എന്നെഴുതിയിരിക്കുന്നു എങ്കിൽ REMA എന്നതിനുള്ള കോഡ് ഏതാണ്? ഓപ്ഷൻ എ ആണ് SFNB. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ത്രികോണം, ചതുർഭുജം, വൃത്തം, പഞ്ചഭുജം എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി വൃത്തം. ഇപ്പോൾ അപ്പുവിൻ്റെ വയസ്സിന് 9 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷം കഴിയുമ്പോൾ അത് 5 മടങ്ങാകും എങ്കിൽ ഇപ്പോൾ അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട്? അങ്ങനെയാണ് ചോദ്യം. ഓപ്ഷൻ എ 24 വയസ്സ്. 18 - 4 × 8 × 2 അത് വരുന്നത്. അപ്പോൾ ഇത് എത്രയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്? അപ്പോൾ ആ ഓർഡർ ലെബോർഡ് മാസ് അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ 2. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാനാര്? ഓപ്ഷൻ സി 21. അടുത്ത ചോദ്യം 62K എന്ന 3 അക്ക സംഖ്യ 3ൻ്റെ ഗുണിതമാണെങ്കിൽ കെയുടെ വിലയായി വരാവുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? കെയുടെ വിലയായിട്ട് വരാവുന്നത് 1, 4, 3, 7. ഇതിലേതാണ്
3ൻ്റെ ഗുണിതമായിട്ട് വരാൻ സാധ്യതയുള്ളത്. 3ൻ്റെ ഗുണിതം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാം. അത് ആഡ് ചെയ്ത് നോക്കുക, 3ൻ്റെ ഗുണിതമായിട്ട് വരുന്നുണ്ടോ ആ സംഖ്യ എന്ന് നമുക്ക് നോക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 മാത്രമാണ് ശരി. അതായത് ഇത് 1 വരാം, 4 വരാം, അതുപോലെ 7 വരാം. ഇവിടെ 3 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 11 എന്ന് ആഡ് ചെയ്ത് വരും, അപ്പോൾ അത് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. വരിയായി അടുക്കി വെച്ചിരിക്കുന്ന റോസാ ചെടികളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് പൂക്കളുള്ളത്. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ ആ ചെടി 32-മതിരിക്കുന്നു. പിന്നിൽ നിന്നും എണ്ണുമ്പോൾ അത് 17-മതിരിക്കുന്നു. എങ്കിൽ ആ വരിയിൽ ആകെ എത്ര റോസാ ചെടികളുണ്ട്? ഓപ്ഷൻ സി 48. താഴെ തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. ഏതാണ്? അടുക്കള, അടുപ്പ്, ഗ്രാമം, വീട്, കലം. അപ്പോൾ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ വരുന്നത് ഇതിൽ ആദ്യം തന്നെ കലം, പിന്നീട് അടുപ്പ്, അതിനുശേഷം അടുക്കള, പിന്നെ വീട്, പിന്നെ ഗ്രാമം. അതാണ് കൊടുത്തിരിക്കുന്നത്. ഒരാൾ വീട്ടിൽ നിന്നും 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 4 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 6 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 4 കിലോമീറ്റർ പിന്നെയും വലത്തോട്ട് സഞ്ചരിച്ചു. അപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? അപ്പോൾ ഇതിനകത്ത് ആൻസർ വന്നിരിക്കുന്നത് 2 കിലോമീറ്റർ വടക്കാണ്. 2 കിലോമീറ്റർ വടക്കാണ്. അപ്പോൾ ഈ ഒരു ചോദ്യോത്തരത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് നോക്കുക. പ്രൊവിഷണൽ ആൻസർ കീയിൽ ഏതെങ്കിലും തെറ്റായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലോഗിൻ ചെയ്തതിന് ശേഷം പ്രൊഫൈലിൽ ആൻസർ കീ കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു എക്സാം അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാവരും പല പോസ്റ്റുകൾക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ലിസ്റ്റാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. താഴെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യുക. ഏത് പോസ്റ്റൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെന്നും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ കമൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഏകദേശം എത്ര മാർക്സ് ഒക്കെ വരുന്നുണ്ട് എല്ലാവർക്കും എന്ന്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.